എല്ലാവർക്കും നമസ്കാരം. അമേസിംഗ് അക്കാഡമിക്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് നമ്മുടെ വീഡിയോ ഒരു സ്കോളർഷിപ്പ് സ്കീമിനെ കുറിച്ചിട്ടാണ്. ഇൻഫോസിസ് ഫൗണ്ടേഷൻ നൽകുന്ന ഇൻഫോസിസ് ഫൗണ്ടേഷൻ സ്റ്റെം സ്റ്റാർ സ്കോളർഷിപ്പ് ആണ് ഇതിന്റെ പേര്. ഇത് ഇന്ത്യയിലെ ഗേൾസ് സ്റ്റുഡൻസിന്റെ എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻഫോസിസ് ഫൗണ്ടേഷൻ നൽകുന്ന ഒരു സ്കോളർഷിപ്പ് ആണ്. ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോവാം. ഇന്ത്യയിലെ അണ്ടർ ഗ്രാജുവേറ്റ് കോഴ്സസ് ചെയ്യുന്ന ഫീമെയിൽ കാൻഡിഡേറ്റ്സിനുള്ളതാണ് ഈ സ്കോളർഷിപ്പ് എന്ന് ഞാൻ പറഞ്ഞല്ലോ. അതിന്റെ എലിജിബിൾ കോഴ്സസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് സ്റ്റെം എന്ന് പറയുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, അത് മെഡിസിൻ, BDS, BPharm, അതായത് മെഡിസിൻ ആൻഡ് റിലേറ്റഡ് കോഴ്സസ്, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് ഈ സ്റ്റെം കോഴ്സസ് എന്ന് പറയുന്നത്. ഈ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് 1 lakh രൂപയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ബാക്കി ഡീറ്റെയിൽസ് നോക്കാം. ഇതിന്റെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആദ്യം പറഞ്ഞ പോലെ ഒരു ഇന്ത്യൻ നാഷണൽ ആയിരിക്കണം. അതുകൂടാതെ ഒരു ഫീമെയിൽ സ്റ്റുഡന്റ് ആയിരിക്കണം. ആപ്ലിക്കന്റ് ഫസ്റ്റ് ഇയർ BDS, MBBS, BPharm, BTech പഠിക്കുന്ന ഒരു ഗേൾ സ്റ്റുഡന്റ് ആയിരിക്കണം. അതല്ലെങ്കിൽ ഇന്റഗ്രേറ്റഡ് കോഴ്സുകളാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ ഓഫ് സ്റ്റഡി ചെയ്യുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാം. അതുപോലെ ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ആണെങ്കിൽ അപ്ലൈ ചെയ്യാം. അതായത് BTech പ്ലസ് MTech എന്നിങ്ങനെയുള്ള ഡ്യുവൽ ഡിഗ്രി പ്രോഗ്രാംസ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഓർ സെക്കൻഡ് ഇയർ ഓഫ് സ്റ്റഡി ആണെങ്കിലും അപ്ലൈ ചെയ്യാം. പക്ഷെ നിങ്ങൾ ഏത് കോളേജിൽ നിന്ന് പഠിച്ചാലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല. NIRF റാങ്കിങ്ങിൽ ടോപ്പ് കോളേജസ് നിന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇവര് ഒരു ലിസ്റ്റ് തന്നിട്ടുണ്ട്. അതായത് 2023 NIRF റാങ്കിങ് ഏതൊക്കെ കോളേജസ് ആണ് വരുന്നതെന്ന്. അതായത് MBBSന്, അതുപോലെ BTechന്, BPharmന്, അങ്ങനെ ഓരോ കോഴ്സുകളിനും ടോപ്പ് NIRF റാങ്കിങ് ഉള്ള കോളേജസിന്റെ ലിസ്റ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആ കോളേജുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ എലിജിബിൾ ആയിരിക്കുക. അപ്പൊ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ ഈ കോളേജസ് കാണാം. നിങ്ങളുടെ കോളേജ് ആ റാങ്കിങ്ങിൽ വരികയാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അടുത്ത കണ്ടീഷൻ, നിങ്ങൾ 12th കഴിഞ്ഞിട്ടായിരിക്കണം നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക. അതായത് 10th കഴിഞ്ഞിട്ട് പിന്നെ പോളിടെക്നിക് കഴിഞ്ഞിട്ട് പിന്നെ ലാറ്ററൽ എൻട്രി വഴി BTech ചേരുന്ന സ്റ്റുഡൻസിനൊന്നും കിട്ടുന്നില്ല. 12th സ്റ്റാൻഡേർഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവേണ്ടത്. ഇനി സ്റ്റുഡന്റിന്റെ ആനുവൽ ഫാമിലി ഇൻകം 8 lakh rupees അതിൽ താഴെയോ ആയിരിക്കണം. ഇത് കൂടാതെ നിങ്ങൾ ഇതേ പേർപ്പസിന് വേറൊരു സ്കോളർഷിപ്പും അവെയിൽ ചെയ്യാത്ത ഒരു സ്റ്റുഡന്റ് ആയിരിക്കണം. ഈ സ്കോളർഷിപ്പിന്റെ എമൗണ്ട് 1 lakh രൂപയാണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ത്രൂ ഔട്ട് ദ കോഴ്സ്, അതായത് നിങ്ങൾ 4 year കോഴ്സ് ആണ് പഠിക്കുന്നതെങ്കിൽ ഈ 4 year നിങ്ങൾക്ക് ഈ എമൗണ്ട് ലഭിക്കും. അതല്ല 5 year കോഴ്സ് ആണെങ്കിൽ 5 year നിങ്ങൾക്ക് ഈ എമൗണ്ട് ലഭിക്കും. പക്ഷെ അതിന് 2 ക്രൈറ്റീരിയാസ് നിങ്ങൾ ഫുൾഫിൽ ചെയ്യേണ്ടതുണ്ട്. അതായത് നിങ്ങൾ 4 year കോഴ്സുകൾക്കാണെങ്കിൽ നിങ്ങൾ CGPA 7 താഴെ പോകാൻ പാടില്ല. ഇനി നിങ്ങൾ MBBS കോഴ്സ് ആണ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എല്ലാ വർഷവും എല്ലാ സബ്ജക്ട്സും നിങ്ങൾ പാസ്സാവണം. എന്നിരുന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഈ സ്കോളർഷിപ്പ് തുടർന്ന് ലഭിക്കുകയുള്ളൂ. അതല്ലെങ്കിൽ അവരുടെ ഡിസ്ക്രിപ്ഷനാണ് നിങ്ങൾക്ക് തരണോ വേണ്ടേ എന്നുള്ളത്. ഈ 1 lakh rupees നിങ്ങളുടെ ട്യൂഷൻ ഫീ, നിങ്ങളുടെ ലിവിങ് എക്സ്പെൻസസ്, സ്റ്റഡി മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ബഡ്ഡി ഫോർ സ്റ്റഡി എന്നുള്ള വെബ്സൈറ്റിലൂടെയാണ്. അപ്ലൈ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ കരുതേണ്ട ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് നമുക്കിവിടെ നോക്കാം. ഒരു റീസെന്റ് പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം. അതുകൂടാതെ നിങ്ങളുടെ 12th മാർക്ക് ഷീറ്റ് വേണം. പിന്നെ നിങ്ങൾ JEE അതല്ലെങ്കിൽ CET അല്ലെങ്കിൽ NEET എല്ലാം എഴുതിയിട്ടാണ് നിങ്ങൾ ഈ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുള്ളതെങ്കിൽ അതിന്റെ സ്കോർ കാർഡ് വേണം. ഇത് കൂടാതെ ഒരു വാലിഡ് ID പ്രൂഫ് വേണം. നിങ്ങളുടെ ആധാർ കാർഡോ വോട്ടേഴ്സ് IDയോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ. അത് ഡ്രൈവിംഗ് ലൈസൻസ് വയ്ക്കുമ്പോൾ നിങ്ങൾ എക്സ്പയറി ആവാത്ത ലൈസൻസ് വെക്കാൻ നോക്കുക. ഏതെങ്കിലും ഒരു ID പ്രൂഫ് വയ്ക്കുക. പിന്നെ നിങ്ങളെ കറണ്ട് ഇയറിന്റെ അഡ്മിഷൻ പ്രൂഫ്, അത് നിങ്ങളുടെ അഡ്മിഷൻ ലെറ്റർ ആയിരിക്കാം. അല്ലെങ്കിൽ കോളേജിൽ നിന്ന് നിങ്ങൾ ഫീസ് അടച്ച ഫീ റെസിപ്റ്റ് ആവാം. അതല്ലെങ്കിൽ ഒരു ബോണഫിറ്റ് സർട്ടിഫിക്കറ്റ് ആവാം. അതെന്തെങ്കിലും ഒന്ന് കയ്യിൽ കരുതണം. ഇത് കൂടാതെ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങളുടെ ഫാമിലിയുടെ ആനുവൽ ഇൻകം തെളിയിക്കാനായിട്ട് കൺസേൺഡ് അതോറിറ്റിയിൽ നിന്ന് വാങ്ങിയ സർട്ടിഫിക്കറ്റ് ആണ്. അതുകൂടാതെ നിങ്ങളുടെ ബാങ്ക് ഡീറ്റെയിൽസും കയ്യിൽ കരുതിയിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പൊ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് November 25th ആണ്. പക്ഷെ ഞാൻ ഈ പറയുന്നത് നിങ്ങൾ റിലേ ചെയ്യാതെ നിങ്ങൾ എപ്പോഴും ഇത് അപ്ലൈ ചെയ്യാൻ നേരം ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് ഡെഡ് ലൈൻ ഒന്ന് ചെക്ക് ചെയ്യുക. കാരണം ഈ ഡെഡ് ലൈൻ ഇടയ്ക്കിടയ്ക്ക് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ എനിക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പൊ അതുകൊണ്ട് ആസ് ഓഫ് നൗ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് 25th November ആണ്. നിങ്ങൾ അത് കഴിഞ്ഞിട്ടാണ് അപ്ലൈ ചെയ്യാൻ നോക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ടൊന്ന് ഡേറ്റ് കൺഫേം ചെയ്തിട്ട് വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യാൻ ശ്രമിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോയിൽ എനിക്ക് പറയാനായിട്ട്. അപ്പൊ അടുത്തൊരു എഡ്യൂക്കേഷൻ കണ്ടന്റായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. Until then, bye from team Amazing Academics.